ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ വെറൈറ്റി ഒരു കറി ട്രൈ ചെയ്യുകയെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ നല്ല സോയാബീനും കോളിഫ്ലവറും ഇട്ടിട്ടൊരു മസാലക്കറി. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കേണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ പൊട്ടിച്ച് പോയതാണ്. എന്നിട്ട് നന്നായിട്ട് അതിനെ വഴറ്റി അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് ഏകദേശം സെറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി സോയാബീനും കോളിഫ്ലവറും അവിടെ ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആട്ടോ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഏകദേശം സെറ്റായി ഓക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഏകദേശം ഈ പൊടികളൊക്കെ പിടിച്ച് അതിൻ്റെ പച്ചമണക്ക് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ കൂട്ടൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കാവേ. അത് ഏകദേശം സെറ്റായി തിളച്ച് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും അതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ എരിവും കാര്യങ്ങളൊക്കെ ഓക്കെയാണോ നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഉപ്പ് ഇത്തിരി കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് നമ്മളൊരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഓൾറെഡി നമ്മൾ ഈ കോളിഫ്ലവറും സോയയും വേവിച്ചത് കൊണ്ട് ഒരുപാട് നേരം വേവണമെന്നില്ല. വെന്ത് വന്ന് സെറ്റായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചെപ്പും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് നിങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.